ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പേപ്പറിൻ്റെ അവസാനത്തെ മോഡ്യൂളിൻ്റെ ഡിസ്കഷനാണ് ആരംഭിക്കുന്നത്. 5th മോഡ്യൂളിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ 5th മോഡ്യൂൾ ഈസ് ഓൾ അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. നമ്മൾ അടുത്ത കാലത്തായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് മനുഷ്യാവകാശ ലംഘനം, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഭരണകൂട ഭീകരത. എല്ലാ രാജ്യങ്ങളിലും എന്താണ്, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിനെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ പൊസിഷൻ വളരെ മോശമാണ് ഈ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ. ഇപ്പോൾ 2022 ഒരു റാങ്കിങ് പ്രകാരം 165 രാഷ്ട്രങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ 112ാമത്തെ സ്ഥാനമേ ഇന്ത്യക്കുള്ളൂ. ഇപ്പം മനുഷ്യാവകാശങ്ങളുടെ കൃത്യമായ പാലനം സംബന്ധിച്ച്, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ റാങ്കിങ് 165-ൽ 112ാമതേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ പിറകിലാണ്. ഇവിടെ സ്ഥിരമായിട്ട് മനുഷ്യാവകാശങ്ങളുടെ ലംഘനം പലപ്പോഴും വരുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പം ഏത് കക്ഷി ഭരിക്കുന്നു അല്ലെങ്കിൽ ആര് ഭരിക്കുന്നു അവരെ മനുഷ്യാവകാശ പ്രവർത്തകരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. ആരധികാരത്തിലിരിക്കുന്നു അവരുടെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു. ഇനിവേ നമുക്കതിൻ്റെ ഡിസ്കഷൻ ആരംഭിക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ദി ടേം. ദി ടേം ഹ്യൂമൻ റൈറ്റ്സ് റെഫർ ടു ദോസ് ബേസിക് റൈറ്റ്സ്, അടിസ്ഥാന അവകാശങ്ങൾ, which are essential for the development of human personality, such as right to life, liberty, property and security of an individual. ഒരു വ്യക്തിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അടിസ്ഥാന അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കീഴിൽ വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി ഇൻഹറന്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. Whatever be the nationality, place of residence, sex, national or ethnic origin, color, religion, language or any other status. ഒരു വ്യക്തിയുടെ രാജ്യമോ സെക്സോ ഇക്കണോമിക് പൊസിഷനോ മറ്റെന്ത് കാര്യങ്ങളും ആണെങ്കിലും എല്ലാ മനുഷ്യർക്കും, ഒരു മനുഷ്യനാണെങ്കിൽ അവനുള്ള അടിസ്ഥാന അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർ ബേസിക് റൈറ്റ്സ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ബേസിക് റൈറ്റ്സിൻ്റെ കീഴിലും ഹ്യൂമൻ റൈറ്റ്സ് അറിയപ്പെടുന്നത്. ദീസ് ആർ ദി റൈറ്റ്സ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് മസ്റ്റ് എൻജോയ് ഓൺ ദിസ് എർത്ത്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ലഭിക്കേണ്ടതും എൻജോയ് ചെയ്യേണ്ടതുമായ അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കീഴിൽ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഡിഫൈൻസ് ഹ്യൂമൻ റൈറ്റ് ആസ് ദി ഫ്രീഡം, immunities and benefits that according to the modern values all human beings should be able to claim as a matter of right in the society in which they live. ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യുകയും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്യാവുന്ന അടിസ്ഥാനപരമായ സൗകര്യങ്ങളും അവകാശങ്ങളുമാണ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ ഒരു ഡിഫൈൻ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനേ ഉള്ളൂ, അത് ഓർത്തിരിക്കുക. ദെൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റ് എന്താണ്, ബേസിക് ഐഡിയ എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ എ പേഴ്സൺ സിംപ്ലി ബിക്കോസ് ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു വ്യക്തി അയാൾ മനുഷ്യനാണ് എന്നുള്ള ഒരേ കാരണം കൊണ്ട്, ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒരു വ്യക്തി അയാൾ മനുഷ്യനാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഹെൽഡ് ബൈ ഓൾ പേഴ്സൺസ് ഈക്വലി, യൂണിവേഴ്സലി ആൻഡ് ഫോർ എവർ. എല്ലാ വ്യക്തികൾക്കും ഹ്യൂമൻ റൈറ്റ്സ് തുല്യമാണ്, തുല്യതയുണ്ട്. ലോകമെമ്പാടും ഈ അവകാശങ്ങളുണ്ട്. ഇത് ലോകമുള്ളിടത്തോളം കാലം ഈ അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. നമ്മൾ എല്ലാ വ്യക്തികളും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അതുപോലെ അവകാശങ്ങളിലും അന്തസ്സിലും ഒക്കെ, ഡിഗ്നിറ്റിയിലും അതുപോലെ റൈറ്റ്സിലും ഒക്കെ എല്ലാ മനുഷ്യരും ജനനം കൊണ്ട് തുല്യരാണ്. ജനനം കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണ്. പക്ഷെ ജീവിതം കൊണ്ട് തുല്യതയില്ലാതാവുന്നു, ഇൻഇക്വാലിറ്റി കടന്നു വരുന്നു. They are endowed with reason and conscience and should act towards one another in spirit of brotherhood.
റീസണും കോൺസൈൻസും ഒക്കെ ഉള്ളത് കൊണ്ട്, തിരിച്ചറിവും മനസാക്ഷിയും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ മനുഷ്യരും ഒരു സാഹോദര്യത്തിന്റെ രീതിയിൽ വേണം ജീവിക്കാനായിട്ട്. ഏകോദര സഹോദരങ്ങളായിട്ട് മനുഷ്യരെല്ലാം കഴിയണം. Different countries ensure these rights in different ways. In India, they are contained in the Constitution as fundamental rights. ഇന്ത്യയിൽ എന്താണ്? നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കീഴിലാണ് ഹ്യൂമൻ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The fundamental rights are statutorily guaranteed rights of human beings. ഫണ്ടമെന്റൽ നിയമപരമായ ഗ്യാരണ്ടി ഉണ്ട്. ഓരോ മനുഷ്യന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന അവകാശങ്ങളാണ്. These are the basic standards without which people cannot live in dignity. ഇത് അടിസ്ഥാനപരമായ അവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ അവകാശങ്ങൾ എന്താ? ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള ഒരു അവകാശം, ഇത് എൻഷുർ ചെയ്യുന്ന റൈറ്റ്സ് ആണ് എന്താ? ബേസിക് സ്റ്റാൻഡേർഡ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ മനുഷ്യർക്കും ഭൂമിയിൽ മാന്യമായി ജീവിക്കാനുള്ള ഒരു അവകാശം എൻഷുർ ചെയ്യുക. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആരും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ടു വിച്ച് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻടൈറ്റിൽഡ്. എന്താ? എല്ലാ മനുഷ്യനും അവകാശപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ബ്രീച്ചസ് ഓഫ് ദീസ് റൈറ്റ്സ് കമ്മിറ്റഡ് ബൈ സ്റ്റേറ്റ് മേ ഇൻ സം കേസസ് ബി എൻഫോഴ്സ്ഡ് ഇൻ ഇന്റർനാഷണൽ ലോ. വ്യക്തികളുടെ ഈ അവകാശങ്ങൾ ഭരണകൂടങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അന്തർദേശീയമായ ചില നിയമങ്ങളും ഉടമ്പടികളും സംരക്ഷണത്തിന് വേണ്ടി ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന് ഇന്റർനാഷണൽ കൺവെൻഷൻസും ഇന്റർനാഷണൽ ട്രീറ്റിയും ഒക്കെ ഉണ്ട്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ് എങ്കിൽ മറ്റു രാജ്യങ്ങൾക്കതിൽ ഇടപെടാമെന്നുള്ള ഒരു ട്രീറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഇന്റേണൽ മാറ്ററാണ്, അതിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു അവകാശമില്ല എന്ന് പറയും. Then, so it's sometimes suggested that human rights are best regarded as forming part of the Treaty of Law. തുടർന്ന് ഉടമ്പടി നിയമമാണ് ട്രീറ്റി ഓഫ് ലോ. അന്തർദേശീയമായ ഉടമ്പടിയിൽ നിന്നും ഉടലെടുക്കുന്ന നിയമമാണ് എന്താണത്? ട്രീറ്റി ഓഫ് ലോ, ഉടമ്പടി നിയമം. Then, next, development history of human rights. ഇത് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. ചോദിക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എവല്യൂഷൻ. ഇപ്പം മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് അതിൻ്റെ ആ പ്രോസസ് ഓഫ് എവല്യൂഷൻ. അപ്പം അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ എന്താണ്? ഇതാണ് നമ്മൾ ഈ പ്രോസസ് ഓഫ് എവല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇത് 15 മാർക്കിന് എക്സ്പ്ലെയിൻ ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞ് ചോദിക്കാവുന്നതാണ്. Then, the human rights which we enjoy today are developed through various stages. ഇന്നത്തെ ഒരു രീതിയിലേക്ക് മനുഷ്യാവകാശങ്ങൾ എത്തിയത് നൂറ്റാണ്ടുകളായിട്ട് പല സ്റ്റേജുകളിലൂടെ കടന്നു വന്നാണ്. ദി ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ്, ഈ ലാൻഡ് മാർക്സ് എന്ന് പറഞ്ഞാൽ ചരിത്ര സംഭവങ്ങൾ എന്നാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഓഫ് ചാർട്ടേഴ്സ് ഓഫ് ലിബർട്ടി. പിന്നെ ഈ രേഖകളുണ്ട്, ചാർട്ടേഴ്സ് ഓഫ് ലിബർട്ടി. The Charters of Liberty are steps towards the realization and implementation of human rights. The Charters of Liberty are, ഇപ്പോൾ നമ്മളെന്താ ഈ ചാർട്ടേഴ്സിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശപത്രങ്ങൾ എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശപത്രങ്ങൾ, പൗരന്മാർക്ക് സ്വാതന്ത്ര്യം, ലിബർട്ടി ഗ്യാരണ്ടി ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് ചാർട്ടേഴ്സ് ഓഫ് ലിബർട്ടി. അപ്പം നമ്മൾ ആ എവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് മനുഷ്യാവകാശങ്ങൾ എത്തിയ ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാർട്ടേഴ്സ് ഓഫ് ലിബർട്ടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ റെക്കോർഡിൽ ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ചാർട്ടർ ഓഫ് ലിബർട്ടി എന്താണ്? മാഗ്ന കാർട്ട ഓഫ് 1215, 1215 മാഗ്ന കാർട്ട.
ഇതാണ് അറിയപ്പെടുന്ന മനുഷ്യാവകാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മാഗ്ന കാർട്ട ഓഫ് 1215 1215. ദി മാഗ്ന കാർട്ട ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് ചാർട്ട് ഓഫ് ലിബർട്ടി. ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശ പത്രികയായിട്ട് കണക്കാക്കുന്നത് 1215 മാഗ്ന കാർട്ട ആണ്. ഇറ്റ് വാസ് സൈൻഡ് ബൈ ദി കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1215. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് 1215 ഒപ്പുവെച്ച ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് മാഗ്ന കാർട്ട. ദി മെയിൻ തീം ഓഫ് മാഗ്ന കാർട്ട വാസ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി ആക്ട്സ് ഓഫ് ദി കിങ്. രാജാവിൻ്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഇംഗ്ലണ്ടിലെ പൗരന്മാർക്ക് അവകാശങ്ങളുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അപ്പം രാജാവിൻ്റെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യപരമായ നടപടികൾക്കെതിരെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്യുമെൻ്റാണ് മാഗ്ന കാർട്ട. 1215 കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ആണ് ഈ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ചാർട്ട് ഓഫ് ലിബർട്ടി എന്താണ്? സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇപ്പം എന്താ അത്? മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റൂൾസ് ഓഫ് ബിഹേവിയർ. ഇതൊരു ഡോക്യുമെൻ്റ് അല്ല, ഒരു തിയറിയാണ്. സോഷ്യൽ കോൺട്രാക്ട് തിയറി. The influence of social contract theory in the development of the human rights was more profound in scope as well as its impact. ഇതൊരു ചിന്താരീതിയാണ്. മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റൂൾസ് ഫോർ ബിഹേവിയർ. ഒരു സമൂഹത്തിൽ ആളുകളും ഭരണാധികാരികളും ഏത് രീതിയിൽ പെരുമാറണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ കോൺസെപ്റ്റാണ് നമ്മൾ ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി കൊണ്ട് മീൻ ചെയ്യുന്നത്. These doctrines became popular during the 16th and 17th century through the writings of different authors. ഇത് പല ഓതേഴ്സിൻ്റെയും എഴുത്തുകളിലൂടെ 16ാം സെഞ്ചുറിയിലും 16ഉം 17ഉം സെഞ്ചുറികളിലാണിത് പോപ്പുലർ ആയത്. ആളുകൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് 16ഉം 17ഉം സെഞ്ചുറികളിൽ മഹാന്മാരായ എഴുത്തുകാരുടെ റൈറ്റിങ്സിലൂടെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. മൂന്നാമത് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1689. ഇതെന്താ, ഒരു ഇംഗ്ലണ്ടിൽ ഒരു റിവോൾട്ട് ഉണ്ടായി. ആ റിവോൾട്ടിൻ്റെ ഫലമായിട്ട് ജെയിംസ് രണ്ടാമൻ രാജാവ് ഇംഗ്ലണ്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു, പലായനം ചെയ്തു. അതിനുശേഷം എന്താണ്, വില്യം ആൻഡ് മാരി ബിക്കെയിം ദി റൂളേഴ്സ്. നോക്കിക്കഴിഞ്ഞാൽ ദി ബിൽ ഓഫ് റൈറ്റ്സ് വാസ് സൈൻഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1689. 1689 ബിൽ ഓഫ് റൈറ്റ്സ് സൈൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദി ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688, മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിൽ നടന്ന 1688 മഹത്തായ വിപ്ലവത്തിന് ശേഷം സൈൻ ചെയ്യപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1689. സോ ആഫ്റ്റർ ദി ഗ്ലോറിയസ് റെവല്യൂഷൻ എന്താ? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ദി പവർ ഓഫ് ദി കിങ് വാസ് റെഡ്യൂസ്ഡ് ആൻഡ് ബ്രിട്ടീഷ് പാർലമെന്റ് ഡിക്ലെയർഡ് സുപ്രീമസി ഓവർ ദി ക്രൗൺ ഇൻ ക്ലിയർ ടേംസ്. അപ്പം ഈ 1688 ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വന്നതോടുകൂടി രാജാവിൻ്റെ അധികാരങ്ങൾ കുറയുകയും പാർലമെന്റിന് രാജാവിൻ്റെ അധികാരങ്ങളുടെ മേൽക്കൈ ലഭിക്കുകയും ചെയ്തു. ദ അതോറിറ്റി ഓഫ് പാർലമെന്റ് ബിക്കം superior than that of the king's authority. ഇതാണ് ഈ ബില്ലിൻ്റെ ഒരു ഇഫക്റ്റ്. Soon after the coronation of William and Mary, the new rules after revolution summoned the convention of parliament, accepted the declaration of the rights and passed it into a law in the form of bill of rights. ഇപ്പം നമ്മളെന്തായി, വില്യം ആൻഡ് മാരി ആണ് ഇതിന് അംഗീകാരം കൊടുക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് അംഗീകാരം കൊടുക്കുന്നത് വില്യം ആൻഡ് മാരി ആണ്. ഇവിടെ എന്താ, ഈ ഒരു ജെയിംസ് രണ്ടാമൻ രാജാവ് മഹത്തായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്തു. അതിനുശേഷം വില്യം ആൻഡ് മാരി അവരധികാരമേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പാർലമെന്റിന് പരമാധികാരം കൊടുക്കുന്ന ബില്ലിൽ അവർ ഒപ്പുവെച്ചു, ആ ഡിക്ലറേഷനിൽ ഒപ്പുവെച്ചു. അപ്പോൾ അതാണ് എന്താ, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1689. ദെൻ നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1776. 1776 അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അമേരിക്ക വാസ് ദി കോളനി ഓഫ് ബ്രിട്ടൻ. 1776 വരെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അമേരിക്ക. 1776 സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുകയും അമേരിക്കൻ കോളനികൾ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു.
അമേരിക്ക വാസ് ദി കോളനി ഓഫ് ബ്രിട്ടൻ. There were 13 colonies in America. ഇംഗ്ലണ്ടിന് കീഴിൽ വരുന്ന 13 കോളനികൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. These colonies were revolted against England for their independence. ഇപ്പൊ എന്താ, ഇംഗ്ലണ്ടിനെതിരെ അവർ കലാപമുണ്ടാക്കി, റിവോൾട്ട് ചെയ്തു. The state declared independence in 1776. ഈ കോളനികൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾ എന്താണ്, 1776 സ്വയം സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്യുന്നു. The Declaration of Independence was done on July 4th, 1776. The American Declaration of Independence of 1776. ഇത് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡെവലപ്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. Then 5 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1791. അതിനുശേഷം 1776 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം 1791 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വരുന്നു. The first 10 amendments of the American Constitution constitute the American Bill of Rights. എന്താണ്, 1776 നിലവിൽ വന്ന ഭരണഘടനയിലെ അമെൻമെന്റുകളാണ്, ഭേദഗതികളാണ് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1791 ആയിട്ട് അറിയപ്പെടുന്നത്. Then the first 10 amendments of the American Constitution constitute the American Bill of Rights. James Madison proposed as many as 12 amendments in the form of Bill of Rights in 1791. 10 of these were ratified by the state legislators. എന്താ ഇവിടെ പ്രപ്പോസ് ചെയ്തത്, ജെയിംസ് മാഡിസൺ പ്രപ്പോസ് as many as 12 amendments. 12 ഭേദഗതികൾ പ്രപ്പോസ് ചെയ്തെങ്കിലും 10 ഭേദഗതികൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് എല്ലാം അത് അംഗീകരിച്ചു. So these 10 constitutional amendments came to be known as Bill of Rights in America. Then ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവം എന്താ, ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ഓഫ് 1789. ഇതെല്ലാം ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് എല്ലാം ചരിത്ര സംഭവങ്ങളാണ്. ഫ്രഞ്ച് റവല്യൂഷൻ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ വാസ് എ പ്രോഡക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. എന്താ, ദി ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ, മനുഷ്യാവകാശങ്ങളുടെ പ്രഖ്യാപനം 1789 ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു ഇഫക്റ്റാണ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ് മുന്നോട്ട് വരുന്നത്. The Declaration of Rights of Man was a product of French Revolution. The revolution reached its climax in 1789. The National Assembly is swept away by the ancient feudalism and serfdom. The National Assembly is swept away. ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി പുരാതനമായിട്ടുണ്ടായിരുന്ന ജന്മിത്വവും അതുപോലെ അടിമത്വവും രണ്ടും തുടച്ചു നീക്കി. ഫ്രഞ്ച് റവല്യൂഷന്റെ ഫലമായിട്ട് ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ജന്മിത്വ സംവിധാനം, ഫ്യൂഡലിസവും അതുപോലെ തന്നെ സർഫ്ഡം, ഇത് രണ്ടും അത് ഇല്ലാതാക്കി. ദി സ്ലോഗൻ ഓഫ് ദി കൺവെൻഷൻ വാസ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേർണിറ്റി. നമുക്കെന്താ പറഞ്ഞിരിക്കുന്നത്, ലിബർട്ടി സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് സാഹോദര്യം. ഈ 3 പോയിന്റുകളാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ മെയിൻ സ്ലോഗൻസ് ആയിട്ട് പറഞ്ഞിരുന്നത്. ദി ഫ്രഞ്ച് റവല്യൂഷൻ ഗേവ് എ ഫാറ്റൽ ബ്ലോ ടു ദി അബ്സല്യൂട്ട് മൊണാർക്കി. എന്താ, രാജാധികാരം അല്ലെങ്കിൽ മൊണാർക്കി, രാജാധികാരം ഇല്ലാതാക്കി. ആൻഡ് എ ഡെത്ത് ബ്ലോ ടു ദി ഫ്യൂഡലിസം ആൻഡ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രഞ്ച് റിപ്പബ്ലിക്. ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ്, രാജാധികാരം ഇല്ലാതാക്കി, രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി, ഫ്യൂഡലിസവും അടിമത്വവും ഇല്ലാതാക്കി, ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സ്ഥാപനത്തിന് കാരണമാക്കി. ഇതെല്ലാം എന്താണ്, 1789 ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമാണ്. ഓൾ ദി സ്പെഷ്യൽ പ്രിവിലേജസ് വർ അബോളിഷ്ഡ് ആൻഡ് സൊസൈറ്റി കെയിം ടു ഓർഗനൈസ് ഓൺ ദി ബേസ് ഓഫ് ഇക്വാളിറ്റി. ഇപ്പം പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രിവിലേജുകളും, എല്ലാ മുൻഗണനകളും, പ്രത്യേക അവകാശങ്ങളും ഇല്ലാതാക്കി സമൂഹത്തെ ഇക്വാലിറ്റിയുടെ, സമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഓർഗനൈസ് ചെയ്തു. The French Revolution enabled the people to enjoy different kinds of rights. The revolution established the novel ideas of liberty, equality and fraternity. ഇവിടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്ത് നിലവിൽ വന്ന ആശയങ്ങളാണ്. The government should not only for the people but also by the people. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അതാ പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യം. ഗവൺമെന്റ് ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഡെമോക്രസി. അപ്പം അത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് ഡെമോക്രസിയൊക്കെ നിലവിൽ വരുന്നത്.
the government should not be for the people but also by the people. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം. On 17th August 1789, the National Assembly proclaimed the right of man and of citizens. It declared that men are born free and equal in rights. ഇതെന്താ 17th August 1789 നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് അവരെ ഡിക്ലെയർ ചെയ്യുന്നു, അവർ പ്രഖ്യാപിക്കുന്നു എല്ലാ മനുഷ്യരും എന്താ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്, അവർക്ക് തുല്യാവകാശങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് സ്വതന്ത്രരായിട്ടാണ്, അവർക്ക് തുല്യമായ അവകാശങ്ങളുണ്ട്. ഇത് 17th ഓഗസ്റ്റിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഒരു ജനാധിപത്യം ഇപ്പം മോഡേൺ ഡെമോക്രസിയുടെ തന്നെ എല്ലാ പ്രിൻസിപ്പിൾസും ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലത്ത് മുന്നോട്ട് വന്ന ആദർശങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്ലോഗൻസിൽ നിന്നാണ്. എന്താ ഗവൺമെന്റ് ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എക്സെട്ര. ദെൻ അടുത്ത പോയിന്റ്, ദി ബോൾഷെവിക് റവല്യൂഷൻ ഓഫ് റഷ്യ 1917. ബോൾഷെവിക് റവല്യൂഷൻ എന്താണ്? 1917 The Russian Revolution was the greatest social uprising of the world since the French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രൈസിംഗ് ആണ് റഷ്യൻ റവല്യൂഷൻ. ഇത് രക്തരൂഷിതമായ റവല്യൂഷൻ ആയിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ രക്തരഹിതമായിരുന്നെങ്കിൽ റഷ്യൻ റവല്യൂഷൻ എന്താണ്? രക്തരൂഷിതമായിരുന്നു. റഷ്യൻ റവല്യൂഷൻ took place in 1917. 1917. It was the first successful communist revolution of the world. ലോകത്തിലെ ആദ്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് റഷ്യൻ റവല്യൂഷൻ. ദി റിവോൾട്ട് വാസ് അഗൈൻസ്റ്റ് ദി നേക്കഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാസസ് ബൈ ദി ഓട്ടോക്രാറ്റ് റൂളർ. ഇപ്പം ഫ്യൂഡൽ നോബിൾസും ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും രാജാവിൻ്റെയും ഒക്കെ എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് നിലവിൽ വരുന്നത്. റവല്യൂഷൻ ബ്രോട്ട് തറോ ചേഞ്ച് ഇൻ ദി പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ ആൻഡ് എസ്റ്റാബ്ലിഷ് ദി ഫസ്റ്റ് പോളിട്രേറ്റ് ഗവൺമെന്റ് ഓഫ് ദി വേൾഡ്. ഇപ്പം ബോൾഷെവിക് റവല്യൂഷൻ എന്താ? 1917 ബോൾഷെവിക് റവല്യൂഷൻ റഷ്യയിൽ ആദ്യമായിട്ട് ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് നിലവിൽ വരുത്തി. തൊഴിലാളി വർഗ ഭരണം ആദ്യമായിട്ട് ലോകത്ത് നിലവിൽ വരുന്നത് റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. ദി ബോൾഷെവിക് റവല്യൂഷൻ ഇൻ റഷ്യ 1917 emphasized that economic and social rights were as important as civil and political rights. ബോൾഷെവിക് റവല്യൂഷൻ എന്താണ് ഒരു ഊന്നൽ കൊടുത്തത്? സാമ്പത്തികവും സാമൂഹികവുമായ അവകാശങ്ങൾ പൗരാവകാശങ്ങൾക്കും രാഷ്ട്രീയ അവകാശങ്ങൾക്കും തുല്യമായിട്ട് തന്നെ കണക്കാക്കണം. ഇപ്പം പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ പൗരൻ്റെയും സാമ്പത്തികവും സാമൂഹികവുമായ അവകാശങ്ങൾ. ഈ ഒരു പോയിന്റിന് ഊന്നൽ കൊടുത്ത് ബോൾഷെവിക് റവല്യൂഷനാണ്. Many economic and social rights have been included in the Soviet constitution. It is gratifying to note that Socialist revolution in Russia introduced socio-economic dimensions to the concept of rights, which were neglected in the events of the documents of England, English, American and French revolutions. അപ്പം ഇംഗ്ലീഷ്, അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷനിൽ ഇല്ലായിരുന്ന ഒരു സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ കോൺസെപ്റ്റ് ബോൾഷെവിക് റവല്യൂഷന്റെ കാലത്താണ് മനുഷ്യാവകാശങ്ങളിൽ നിലവിൽ വരുന്നത്. ദെൻ അടുത്ത പോയിന്റ് ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് 1948. ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് എ മൈൽ സ്റ്റോൺ. ഇതൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് by the representatives with different legal and cultural backgrounds from all regions of the world. The declaration was proclaimed by the United Nations General Assembly in Paris on 10th December 1948. The Universal Declaration മുന്നോട്ട് വരുന്നത് 10th December 1948 as a common standard of the achievement for all people and all nations. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ 10th December 1948 ഈ ഒരു ഡിക്ലറേഷൻ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നത്. ദെൻ ദി ഡിക്ലറേഷൻ വാസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ദി ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് വാസ് കംപ്ലീറ്റഡ് ഇൻ 1966 and came into force
in 1976. After a sufficient number of countries had ratified them. നമ്മളിവിടെ ആ 2 പോയിന്റ് ഇവിടെ നോക്കിയാൽ മതി. The declaration was proclaimed and the Universal Declaration was proclaimed by the United Nations of General Assembly in Paris on 10th December 1940 as a common standard of achievement for all people and all nations. Then again, the declaration was the first step in the process of formulating the International Bill of Human Rights, which was completed in 1966 and came into force in 1976 after a sufficient number of countries had ratified them. ഇനി അവസാനത്തെ പോയിന്റ്, ദ ഇന്റർനാഷണൽ കവനന്റ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, അന്തർദേശീയമായ ഒരു ഉടമ്പടി ഉണ്ടായി ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്റർനാഷണൽ കവനൻസ്. To meet the demand for a legally binding document for the protection of human rights, 2 international covenants were approved by the General Assembly on 16th December 1966. അപ്പം UN General Assembly അക്സെപ്റ്റ് ചെയ്ത 2 ഇന്റർനാഷണൽ കവനൻസ്, അന്തർദേശീയ ഉടമ്പടികളാണ്. നമ്പർ 1, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ICCPR, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. രണ്ടാമത്തേത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ICESER. ഇതിന്റെ ഷോർട്ട് ഫോമാണ് നമുക്ക് സാധാരണയായിട്ട് കാണുന്നത്. ദെൻ what is more important about the 2 UN conventions is that they contain international mechanism, എന്നൊരു അന്തർദേശീയമായ ഒരു സംവിധാനമാണ് ഇന്റർനാഷണൽ മെക്കാനിസം, to monitor and oversee that the obligations of human rights are observed by state parties to the covenants. അപ്പോൾ എന്താ, ഈ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു ഇന്റർനാഷണൽ മെക്കാനിസം സ്ഥാപിക്കുകയാണ് ഈ കവനൻസിന്റെ ലക്ഷ്യം. ഒരു രാജ്യത്ത് എന്തെങ്കിലും രീതിയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കോ UN-ഓ അതിൽ ഇടപെടാൻ സാധിക്കും. Then 2 supervisory bodies that Human Rights Committee under ICCPR and Committee on Economic, Social and Cultural Rights under ICESER, consisting of 18 human rights experts, were created to help state parties to the covenants in fulfilling these obligations. അപ്പോൾ അതിനെന്താ, കൃത്യമായൊരു മെക്കാനിസവും UN-ന്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സൂപ്പർവിഷൻ്റെ കീഴിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ കവനൻസിൻ്റെ ഭാഗമായിട്ട്. ആ 2 പ്രധാനപ്പെട്ട കവനൻസുകൾ ഇത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട മൈൽ സ്റ്റോൺസ് ആണ്, പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ICCPR, ആൻഡ് ഇന്റർനാഷണൽ കവനന്റ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഈ 2 പോയിന്റുകളും ഓർത്തിരിക്കുക. നമ്മൾ ഈ എവല്യൂഷൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് 15 മാർക്കിന് സാധാരണ ചോദിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.